മുത്തപ്പന്റെ കളി നല്ലതാണ്, മുത്തപ്പന്റെ കൂട്ടുകാരെ പറഞ്ഞാൽ പോകില്ല, നാട്ടുകാർ കൂടി ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് ഫീഡ്ബാക്ക് വന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് തിയേറ്ററിൽ നിന്ന് വിളിച്ചു, നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ചു, സുഹൃത്തുക്കൾ അല്ലാത്ത ആൾക്കാരും ഗംഭീര സിനിമയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, സിനിമാറ്റോഗ്രാഫറായ ഞങ്ങളൊക്കെ ഇങ്ങനെ മാത്രമല്ല, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ആർട്ടിസ്റ്റായിട്ട്. ഇത് കറക്റ്റായിട്ട് കാസ്റ്റിംഗ് ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്ത സിനിമയാണ്. എല്ലാവർക്കും പറ്റിയ കഥാപാത്രങ്ങൾ കൃത്യമായ അളവില്. ഇത് ഗംഭീര സിനിമയാണ്. ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്ന് തീരുമാനിക്കും. എല്ലാവർക്കും നമസ്കാരം. റൈഫിൾ ക്ലബ്ബ് റിലീസായിരിക്കുകയാണ്. നിങ്ങൾ കുറച്ച് പേരൊക്കെ പടം കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അഭിപ്രായങ്ങളാണ് കിട്ടുന്നത്. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ തോന്നുന്നല്ലേ? ചേട്ടാ, ഇതിന്റെ എനിക്ക് സിനിമ കണ്ടപ്പോ പ്രത്യേകത ഇതിന്റെ മേക്കിംഗ് വളരെ മൂന്ന് ലൊക്കേഷന് അടിപൊളിയായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മേക്കിംഗ് പറച്ചില്ല സ്റ്റൈലുകൾ, ഓവർ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാതെ പടന്ന് പറഞ്ഞിട്ട് ഒരു ലാഗ് പോലും ഇല്ലാതെ എടുപിടി തീർക്കുന്ന ഇത് ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ കഥാപാത്രം കേട്ടപ്പോ ഫസ്റ്റ് മൈൻഡ് വന്നിട്ടായിരുന്നു ഇങ്ങനെ തന്നെ ഒരു അഭിപ്രായം വരും എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാ ഘട്ടത്തിലെയും പ്രതീക്ഷ. ഇതിന്റെ ഐഡിയ പറയുമ്പം, അല്ലെങ്കിൽ ഇതിന്റെ റൈറ്റിംഗ് നടക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോ ഒക്കെ ഈ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ ഒരു തരത്തിലും താഴത്തോട്ട് ഒരു ഘട്ടത്തിലും പോയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് റിലീസായി പടം ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ട് നിൽക്കുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഭയങ്കര കുറച്ച് വിശ്വാസമായിരുന്നു ഈ വിഷയത്തിലും ഈ സിനിമയിലും. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഈ ഒരു പുതുമ, ഈ സബ്ജക്ട് മാത്രമല്ല മേക്കിങ്ങിന്റെ പുതുമയും ഞങ്ങൾ സ്പോട്ടിൽ തന്നെ അനുഭവിച്ച ആൾക്കാരാണ്. കാരണം ആഷിക്ക് തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്, ആഷിക്ക് തന്നെയാണ് ഡയറക്ടർ. ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ആഷിക്കിന് ഒരു ദിവസം പോലും ഒരു 5 മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ ആലോചിക്കും ഇയാൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ. പക്ഷെ ആ കഷ്ടപ്പാടിന്റെ എന്തുകൊണ്ടാണ് ആഷിക്ക് അന്ന് അത്രയും ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് സിനിമ കാണുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം എളുപ്പമല്ല ഇങ്ങനത്തെ ഒരു സബ്ജക്ട് എടുത്തിട്ട് അതിനെ ഇത്രയും മനോഹരമായിട്ട് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കേസല്ല. പ്രത്യേകിച്ച് ഡയറക്ടറും ക്യാമറാമാനും പ്രൊഡ്യൂസറും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്ക് എല്ലാ സിനിമയും പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണെങ്കിൽ പോലും ഇതിന്റെ പ്രത്യേകത ചിലപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കാണുമായിരിക്കും, ഇന്നലെയൊക്കെ ചില ഇതിൽ പറഞ്ഞു കാണുമായിരിക്കും. നമുക്കൊരു കാരവൻ ലൈഫൊന്നും ഈ സിനിമയിലില്ലായിരുന്നു. കാരണം ഒരു എസ്റ്റേറ്റിന്റെ മണ്ടയ്ക്ക് മുകളിലുള്ള ഒരു ബംഗ്ലാവിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഓരോരോ റൂം ഉണ്ടാക്കി വെച്ചിരിക്കുക. എല്ലാവർക്കും ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ എന്നൊക്കെ റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റ റൂമിലായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ കഴിഞ്ഞതൊക്കെ. ഈ സിനിമയ്ക്ക് അത്രത്തോളം ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവമാണ്. അത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഈ മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതൊരു ഹോളിവുഡ് മേക്കിംഗ് ആണോ അല്ലെങ്കിൽ ബോളിവുഡ് മേക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഏത് വുഡ് ആണെങ്കിലും ശരി, പക്ഷെ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ഇതിന്റെ കഥയെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒരു ഇതായി പോകും. സോ നമുക്ക് പറയാനുള്ളത് പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ക ആഷിക് കപൂർ ഫിലിം എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പൊ ഈ റിലീസിന് മുമ്പായിട്ട് പ്രമോഷൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്കും മറ്റ് സിനിമകളൊക്കെ ഭയങ്കര അധികം പ്രൊമോട്ട് ചെയ്തപ്പോ ഈ റൈഫിൾ ക്ലബ്ബ് കുറച്ചുകൂടെ സൈലന്റ് ആയിട്ട് നിന്ന് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ഹെവി പോസിറ്റീവ് റിപ്പോർട്ട്സ് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ ലോ പ്രൊഫൈൽ വന്ന് ക്രിസ്മസ് തൂക്കാമെന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പ്ലാൻ അല്ല, ഇത് കണ്ടന്റിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ടാണ് ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വെക്കാന്ന് ടീം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ
പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പടത്തിന് മുമ്പേ പ്രസ് മീറ്റ് വെച്ചാൽ അതായത് എല്ലാവരും സിനിമ കണ്ടു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണല്ലോ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ സംസാരിക്കാമല്ലോ. നമ്മൾ മുമ്പേ വന്ന് തള്ളേണ്ട കാര്യമില്ലോ, കണ്ടറിയാമല്ലോ. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഒരു കാസ്റ്റിംഗ് ആണ് കേട്ടോ. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അല്ല നമ്മളൊക്കെ ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാര്, പ്രത്യേകിച്ച് നമ്മുടെ ഹനുമാൻ കായ്, നമ്മുടെ സൂരജ്, അതൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഒരു എൻട്രി, ഒരു ആദ്യ അനുഭവം തന്നെ എന്ന് പറയാം. ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രിയും കാര്യം തന്നെ ആക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ശക്തി Suraj, what's your experience after watching? എനിക്ക് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യണത്. പക്ഷെ അതിന്റെ ചുറ്റുപാട് ഇത്രയും ടാലന്റഡും ഇത്രയും വാമായ ആക്ടേഴ്സും അങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ടാവുമ്പോ ഇറ്റ് വാസ് മച്ച് മോർ ഈസിയർ എക്സ്പീരിയൻസ്. പിന്നെ ആഷിക്കേട്ടനും നമ്മളെ വളരെ ഒരു പ്രസൻസ് ഉണ്ട്. ഒരു ക്യാമറയുടെ ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതിയുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആകുമ്പോൾ ആ ഒരു നെർവസ്നെസ് ഉണ്ടാവുമല്ലോ. പക്ഷെ അത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഡയറക്ടറായിരുന്നു. താങ്ക് ആഷിക്കേട്ടൻ ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദിസ്. പറഞ്ഞ മാതിരി ഇവര് മുന്നിലൊക്കെ ഞങ്ങൾക്ക് നോ ഐഡിയ, റൈറ്റ്? പക്ഷെ ആദ്യമായിട്ടൊന്ന് ചെയ്യുമ്പോൾ ഇറ്റ്സ് an honor. So it was a beautiful. അതൊക്കെ വെറുതെ കുറച്ച് വിനയമാണ്, കുറച്ച് വിനയം കൂട്ടി പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു ഫീൽ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. സൂരജ് ഫസ്റ്റ് ഡേ തന്നെ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീൻസ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് പേടിച്ചു. അതെ, സൂരജിന്റെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് തന്നെ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവ വന്നിട്ട് ഒരു 30 പുഷപ്പ് എടുക്കും ഷോട്ടിന് മുമ്പ്. യു ക്യാൻ സീ ദാറ്റ്. എന്നിട്ട് പോയിട്ടാ പുള്ളി സ്ട്രഗ്ലിംഗ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത്. സോ ഇറ്റ് വാസ് പാഷനേറ്റ് ടു വാച്ച് ഹിം ഓൾസോ. വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അല്ല, ഞാന് ഇതിന് മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂഷ്വലി പെർഫോം ചെയ്യല്. അപ്പൊ ആ സ്റ്റേജിൽ കയറുന്ന മുന്നേ നമ്മൾ സാധാരണ ഒരു 100 പുഷപ്പ് അടിച്ചിട്ടാണ് പോയില്ല. അപ്പൊ ഞാൻ ആ സെയിം ടെക്നീക്ക് ഇവിടെ യൂസ് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായത്. പിന്നെ അതും നമ്മള് സീൻ എന്ന് പറഞ്ഞാൽ നമ്മള് വെടി കൊള്ളുന്ന സീനായിരുന്നു. ഞാൻ അങ്ങനെ കുറച്ച് പമ്പാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എണ്ണാൻ വേണ്ടിട്ട് എന്നെ നിർത്തുമായിരുന്നു. സൊർബി ചേച്ചി പ്ലീസ് കം. ഞാനാണെങ്കിൽ പേടിച്ചു വിറച്ചു പോനെ. സുരേച്ചി അല്ല ഹനുമാൻ കൈന്റെ ഒക്കെ ആണല്ലോ ഇവൻ. അപ്പൊ പോയി ഇങ്ങനെ എണ്ണി വാമാക്കിട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ബേബിയുടെ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. It was really fun. It was a beautiful time.